ടീം മാറ്റ്കമ്പിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 239/2023 ഒരു 10ാം ക്ലാസ് ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചോദിച്ച ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിംഗ് പാർട്ടിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ ഡിസ്കഷൻ ചെയ്യേണ്ടത് 20 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ ഒന്നെങ്കിൽ 20 ചോദ്യങ്ങൾ ഇതിൽ ഡിസ്കസ് ചെയ്യും, അല്ലെങ്കിൽ 10 വീതം 2 വീഡിയോസ് ആയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1/16 2/3 മടങ്ങ് എത്രയാണ്? അതായത് 1/16 2/3 മടങ്ങ്. സോ എന്ന് പറഞ്ഞാൽ 1/16 2/3 മടങ്ങ് എന്ന് പറയുമ്പോൾ ഇൻറ്റു 2/3. സോ 16നെയും 2നെയും ക്യാൻസൽ ചെയ്ത് നമുക്ക് 8 കിട്ടും. 8 × 3 24, 1/24 എന്ന് കിട്ടും. സോ 1/24 എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം 3, 6, 2 ഈ സംഖ്യയുടെ ലസാഗു അഥവാ LCM ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. സോ 3, 6, 2 നമുക്ക് ഇതിനകത്ത് 3നെയും 6നെയും നിങ്ങളുടെ ആയിട്ട് 3 എടുത്തു കഴിഞ്ഞാൽ 3നെ 3 ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും, 6നെ 3 ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കിട്ടും, വീണ്ടും 2. സോ നമ്മൾ 2 വെളിയിലെടുത്താൽ 1, 1, 1. സോ മൾട്ടിപ്ലൈ ചെയ്ത് 3, 2, 6. സോ ഇതിന്റെ LCM എന്ന് പറയുന്നത് 6 ആയിരിക്കും. LCM എന്ന് പറയുന്നത് 6 ആയിരിക്കും. അടുത്ത ചോദ്യം, ഒരു ക്യാമ്പിലെ 30 പേരുടെ ശരാശരി ഭാരം 45 കിലോഗ്രാം ആണ്. ഒരാൾ കൂടി ക്യാമ്പിലേക്ക് വന്നപ്പോൾ ശരാശരി 42 കിലോഗ്രാം ആയി. പുതുതായി വന്ന ആളുടെ ഭാരം എത്ര? സോ 30 പേരുടെ ശരാശരി ഭാഗം 45 എന്ന് പറയുമ്പോൾ ടോട്ടൽ ഭാരം എന്ന് പറയുന്നത് 30 × 45 30 × 45 45 3 135 1350 ആയിരിക്കും. 1350 ആയിരിക്കും. ദെൻ ഒരാൾ കൂടി വന്നപ്പോൾ ശരാശരി ഭാരം 42 ആയി. സോ അപ്പൊ എന്താണ്? ഒരാൾ കൂടി വന്നു. സോ അംഗങ്ങളുടെ എണ്ണം 31 ആയി. 31 × 42 31 × 42. കാരണം ശരാശരി ഭാരം എത്രയാണ്? ശരാശരി ഭാരം എന്ന് പറയുന്നത് 42 ആണ്. ശരാശരി ഭാരം എന്ന് പറയുന്നത് 42. എത്ര പേരുണ്ട്? 31 പേരുണ്ട്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1302 കിട്ടി. 1302 കിട്ടി. സോ ബേസിക്കലി ഇവിടെ തന്നെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും 30 ആളുകളുടെ ശരാശരി ഭാരം. 30 ആളുകളുടെ ശരാശരി ഭാരം മൊത്തം ഭാരം 1350. 31 പേരുടെ മൊത്തം ഭാരം എന്ന് പറയുന്നത് 1302. അതെങ്ങനെ സംഭവിക്കണം? 30 പേരുടെ 1350 ആണെങ്കിൽ അതിനേക്കാൾ കൂടുതലായിരിക്കണം 31 പേരുടെ മുഴുവൻ ഭാരം എന്ന് പറയുന്നത്. സോ അങ്ങനെ വന്നില്ല. സോ അതുകൊണ്ട് ഈ ക്വസ്റ്റിനകത്ത് തെറ്റ് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് ഇവിടെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഈ 1302 പകരം 1350 കൂടുതലുള്ള ഏതെങ്കിലും ഒരു സംഖ്യയാണ് കിട്ടിയിരുന്നെങ്കിൽ അവ തമ്മിലുള്ള വ്യത്യാസമായിരുന്നു ആ വന്ന പുതിയവരുടെ ഭാരം എന്ന് പറയുന്നത്. സോ ആൻസർ കീഴിലെ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. അടുത്ത ചോദ്യം 1/2 പ്ലസ് 1/2² പ്ലസ് 1/2³ എന്നതിന്റെ ദശാംശ രൂപം. നമ്മൾ നോക്കിയേ 1/2 എന്ന് പറഞ്ഞാൽ എന്തുവാ? 1/2 എന്ന് പറഞ്ഞാൽ മുകളിലും താഴെയും നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 5/10 എന്ന് കിട്ടും. നത്തിങ് ബട്ട് ഈക്വൽ ടു 0.5. 1/2² എന്ന് പറഞ്ഞാൽ 1/2 × 2 4 ആണ്. 10നെ മൾട്ടിപ്ലൈക്ക് ആക്കാൻ മുകളിലും താഴെയും നമ്മൾ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 25 ഡിവൈഡ് ബൈ 100 എന്ന് കിട്ടും. അതായത് 0.25 എന്ന് കിട്ടും. അടുത്തത് 1/2³ 1/2³ 2 × 2 × 2 1/8 1/8 എന്ന് കിട്ടും. സോ നമ്മളുടെ 1/8 കിട്ടിക്കഴിഞ്ഞാൽ നമ്മളറിയാം 1/8 കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മുകളിലും താഴെയും 125 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 125 ഡിവൈഡഡ് ബൈ 1000 എന്ന് കിട്ടും. അതായത് 0.125 എന്ന് വരും. 0.125 എന്ന് വരും. അപ്പോൾ നമ്മൾ നോക്കിയാൽ നമുക്ക് 0.5 വന്നു, 0.25 വന്നു, 0.125 വന്നു. സോ നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടിയെടുക്കണം. അതല്ലേ 1/2 പ്ലസ് 1/2⁴ പ്ലസ് 1/2�8. അപ്പം 0.5 പ്ലസ് 0.25 പ്ലസ് 0.125 കൂട്ടിക്ക് 5 5 2 7 5 2 7 1 8 0.875. സോ ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയാം. അടുത്ത ചോദ്യം 15 സെന്റിമീറ്റർ നീളമുള്ള വര എയുടെ 2/3 ഭാഗമാകുന്ന വിധത്തിൽ സി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എ സിയുടെ 1/2 ഭാഗമാകുന്ന വിധത്തിൽ ഡി അടയാളപ്പെടുത്തിയാൽ എ ബിയുടെ എത്ര ഭാഗമാണ് എ ഡി എന്ന് പറയുന്നത്? സോ നമുക്ക് എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്. ആ ലൈനിന്റെ നീളം എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ ആണ്. നീളം എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ ആണ്. അതിന്റെ 2/3 ഭാഗമാകുന്നിടത്ത് സി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 15 സെന്റിമീറ്ററിന്റെ 2/3 എന്ന് പറയുമ്പോൾ 3 കൊണ്ട് ക്യാൻസൽ ചെയ്ത് നമുക്ക് 5 കിട്ടും. 1000 × 10. സോ 10 സെന്റിമീറ്ററിന്റെ അവിടെ നമ്മൾ സി അടയാളപ്പെടുത്തിയിരിക്കുന്നു.
ദെൻ എ സിയുടെ ഹാഫ് ഭാഗമാകുന്നത് ഡി അടയാളപ്പെടുത്തും. അപ്പൊ എ സിയുടെ ലെന്ത് എത്രയാണ്? 10 സെന്റിമീറ്റർ. അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ ഇവിടെ ഡി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സോ എ ഡി എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ. എ ഡി എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ. ദെൻ എ ബിയുടെ എത്ര ഭാഗമാണ് എ ഡി? എ ബിയുടെ എത്ര ഭാഗമാണ് എ ഡി? സോ എ ഡി എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. എ ബി എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ ആണ്. എ ബിയുടെ എത്ര ഭാഗമാണ് എ ഡി എന്ന് പറയുമ്പോൾ എ ഡി ബൈ എ ബി എന്ന് പറഞ്ഞാൽ 5/15 ഈക്വൽ ടു 1/3 അഥവാ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. 1/3 അഥവാ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, the square root of 1.4641. Square root of 1.4641. So basically നമ്മൾ ലൈക്ക് എന്താ പറയുക, ഡെസിമൽ മാറ്റിയിട്ട് നമ്മൾ നോക്കിയത് കിട്ടും സ്ക്വയർ റൂട്ട് ഓഫ് 14641. സ്ക്വയർ റൂട്ട് ഓഫ് 14641 എന്ന് പറയുന്നത് 121 ആണ്. അതായത് 121ന്റെ സ്ക്വയർ ആണ് 14641 എന്ന് പറയുന്നത്. ഇനി റൂട്ട് എടുക്കുമ്പോൾ അറിയേണ്ട ഒരു കാര്യം, സ്ക്വയർ റൂട്ടിനകത്ത് എത്രയുണ്ടോ അതിന്റെ നേരെ പകുതിയായിരിക്കും റൂട്ട് എടുത്ത് കഴിയുന്ന നമ്പറിൽ ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ ഇവിടെ 4 ഡെസിമൽ പ്ലേസ് ഉള്ളത് കൊണ്ട് അതിന്റെ റൂട്ട് എടുക്കുമ്പോൾ 2 ഡെസിമൽ പ്ലേസ് ഉണ്ടാവും. സോ 146 641ന്റെ റൂട്ട് എന്ന് പറയാൻ 121 ആണെങ്കിൽ ഇതിൽ 4 ഡെസിമൽ പ്ലേസ് ഉള്ളത് കൊണ്ട് അതിന്റെ റൂട്ടിനകത്ത് 2 ഡെസിമൽ പ്ലേസ് ഉണ്ടാവും. സോ ഇതിനകത്ത് 2 ഡെസിമൽ പ്ലേസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 1.21. സോ ഓപ്ഷൻ ബി 1.21 ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വലുത് ഏത്? 10.0765, 10.1765, 10.2765, 10.7650. സോ എല്ലാത്തിന്റെ ഡെസിമലിന് മുമ്പുള്ളത് 10 ആണ്. സോ അതിനെപ്പറ്റി നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഡെസിമലിന് ശേഷം വരുന്ന ആദ്യത്തെ നമ്പർ ഏതാണോ ഏറ്റവും വലുത് അതായിരിക്കും വലിയ സംഖ്യ. ഇവിടെ വന്നിരിക്കുന്ന 0, ഇവിടെ വന്നിരിക്കുന്ന 2, ഇവിടെ വന്നിരിക്കുന്ന 1, ഇവിടെ വന്നിരിക്കുന്നത് 7. സോ വലിയ സംഖ്യ എന്ന് പറയുന്നത് 10.7650. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, 243 എത്ര ഘടകങ്ങളുണ്ട്? ഏതെങ്കിലും ഒരു നമ്പറിന് എത്ര ഘടകങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ അതിനെ നമ്മളൊന്ന് സിമ്പിൾ ആയിട്ട് ഫാക്ടറൈസ് ചെയ്യാം. 243നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 81 കിട്ടും. 81നെ 3 ഡിവൈഡ് ചെയ്താൽ നമുക്ക് 27 കിട്ടും. 27നെ 3 ഡിവൈഡ് ചെയ്താൽ 9 കിട്ടും. 9നെ 3 ഡിവൈഡ് ചെയ്താൽ നമുക്ക് 3 കിട്ടും. അതായത് 3/5 ആണ് 243 എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു നമ്പറിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് എഴുതാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ അതിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. ഒരെണ്ണം മാത്രമേ ഉള്ളൂ എങ്കിൽ, ഒരു നമ്പറിന്റെ മാത്രമായിട്ടാണ് പവറായിട്ട് വരുന്നതെങ്കിൽ ആ പവറിനോട് കൂടി 1 കൂട്ടുക. 5 + 1 6. പിന്നെ അത് 6 ഘടകങ്ങൾ ഉണ്ടാവും. അതിന് പകരം നമുക്കിപ്പോൾ ഒരു സംഖ്യ വരുന്നത് 2/3 × 3/2 എന്നാണ് വരുന്നതെങ്കിൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ ഓരോന്നിന്റെ പവറിനോട് കൂടിയും 1 കൂട്ടുക. 3 + 1, 3യുടെ പവറിനോട് കൂടി 2 + 1, അതിനെ രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാവും നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ആൻസർ ഇവിടെ ഓപ്ഷൻ ഡി ആണ്. അടുത്തത്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏത്? താഴെ തന്നിരിക്കുന്നതിൽ പൂർണ്ണവർഗമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ നോക്കുമ്പോൾ 25 × 10⁻3, 0.016, 9 × 10² × 1, 36 × 10⁵. നമ്മൾ ഈ തന്നിരിക്കുന്ന എല്ലാത്തിൻ്റെയും റൂട്ട് കാണാനായിട്ട് ശ്രമിക്കാം. സോ നമ്മൾ ഇവിടെ റൂട്ട് കണ്ടാൽ 25ന്റെ റൂട്ടായിട്ട് 5 കിട്ടും. പക്ഷെ 10⁻3യുടെ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം 10⁻4ന്റെ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എന്നുള്ളതല്ല. ഓക്കെ, 10⁻4ന്റെ റൂട്ട് എന്ന് പറയുന്നത് 10⁻2 ആണ്. ഈവൻ ആണെങ്കിൽ നേരെ പകുതിയാണ് വരുന്നത്. 10⁻3 എന്ന് പറയുന്നത് 1000 ആണ്. 1000 എന്ന് പറയുന്നതിന് റൂട്ട് ഉണ്ട്, പക്ഷെ നമുക്കൊരു പെർഫെക്റ്റ് റൂട്ടായിട്ട് കിട്ടത്തില്ല. അപ്പൊ 10ന്റെ പവറായിട്ട് വന്നിരിക്കുന്ന ഒരു ഓഡ് നമ്പർ ആയതുകൊണ്ട് ഇതൊരു പൂർണ്ണവർഗം തരില്ല. 0.016. അപ്പൊ ഇതെന്ന് പറയുന്നത് നമുക്കിതിനെ 16 × 10⁻³ എന്ന് എഴുതാം. ഈ 16 എന്ന് പറയുന്നത് പെർഫെക്റ്റ് റൂട്ട് എടുത്താൽ 4 കിട്ടും. പക്ഷെ 10⁻³ അതൊരു ഈവൻ നമ്പർ ആണെങ്കിൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. തന്നിരിക്കുന്നത് ഓഡ് നമ്പർ ആയതുകൊണ്ട് നമുക്ക് പെർഫെക്റ്റ് റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. പെർഫെക്റ്റ് റൂട്ട് കണ്ടുപിടിക്കാൻ പെർഫെക്റ്റ് റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സോ അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ ബിയും അല്ല. ഇവിടെ 36 × 10⁵. 36ന് റൂട്ട് 5 കിട്ടും. പക്ഷെ 10⁵ ആണ്. 10⁶ ആയിരുന്നെങ്കിൽ അത് 10⁵3 ആയനെ. 10⁴ ആയിരുന്നെങ്കിൽ 10⁵2 ആയനെ. ബട്ട് 10⁵5 ആയതുകൊണ്ട് നമുക്കൊരു പെർഫെക്റ്റ് റൂട്ട് കിട്ടത്തില്ല. ബാക്കിയുള്ളത് എന്താണ്? 9 × 10⁻2 × 1. 9ന്റെ റൂട്ട് എന്ന് പറയുന്നത് 3, 10⁻2ന്റെ റൂട്ട് എന്ന് പറയുന്നത് 10, ദെൻ 1ന്റെ റൂട്ട് എന്ന് പറയുന്നത് 1. സോ 3 × 1 30 ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. സോ തന്നിരിക്കുന്നതിൽ പൂർണ്ണവർഗം എന്ന് പറയുന്നത് ഓപ്ഷൻ സി 9 × 10⁻2 × 1 ആയിരിക്കും.
അടുത്ത ചോദ്യം 120 കിലോമീറ്റർ മണിക്കൂറിൽ വേഗതയിൽ ഓടുന്ന ഒരു വാഹനം 1 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? നമുക്ക് തന്നിരിക്കുന്ന സ്പീഡ് എന്ന് പറയുന്നത് 120 കിലോമീറ്റർ പെർ അവർ ആണ്. സോ നമുക്ക് 120 കിലോമീറ്റർ പെർ അവർ ആണ് നമുക്ക് വേഗത നമുക്ക് തന്നിരിക്കുന്നത്. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 1 മിനിറ്റിൽ സഞ്ചരിക്കുന്ന ദൂരമാണ്. സോ 1 മിനിറ്റ് എന്ന് പറയുന്നത് 1/60 അവർ ആണ്. 1 മിനിറ്റ് എന്ന് പറയുന്നത് 1/60 അവർ ആണ്. സോ നമുക്ക് ടൈം എന്ന് പറയുന്ന 1/60 എന്ന് കിട്ടി. ടൈം എന്ന് പറയുന്നത് 1/60 കിട്ടി. സ്പീഡ് എന്ന് പറയുന്നത് 120 ആണെന്ന് കിട്ടി. നമുക്കറിയാം സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം ആണെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന സ്പീഡ് ഇൻറ്റു ടൈം ആയിരിക്കും. സോ 120 കിലോമീറ്റർ പെർ അവർ ഇൻറ്റു ടൈം എന്ന് പറയുന്നത് 1/60. 120നെ 60 ക്യാൻസൽ ചെയ്ത് നമുക്ക് 2 കിട്ടും. സോ 2 കിലോമീറ്റർ ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. സോ നമ്മൾ ആ ചോദ്യ പേപ്പറിനകത്തുള്ള ആദ്യത്തെ 10 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ബാക്കിയുള്ള 10 ചോദ്യങ്ങൾ മറ്റൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാവും. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.